ഹാം റേഡിയോ അഥവാ അമേച്വർ റേഡിയോ ഉപയോഗിക്കുന്നവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ് പ്രാദേശികമായി ഉണ്ടാകുന്ന ഇലക്ട്രോണിക് നോയ്സ് അഥവാ QRM. ഇത് പരിഹരിക്കാൻ ഏറ്റവും ഫലപ്രദമായ മാർഗ്ഗങ്ങളിലൊന്നാണ് ഫേസ് ഷിഫ്റ്റ് QRM എലിമിനേറ്റർ. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. സാധാരണ നോയ്സ് ബ്ലാങ്കറുകൾ സിഗ്നലിനൊപ്പം വരുന്ന നോയ്സിനെ കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ QRM എലിമിനേറ്റർ പ്രവർത്തിക്കുന്നത് ഫേസ് ക്യാൻസലേഷൻ എന്ന തത്വത്തിലാണ്. ഇതിൽ 2 ആൻറ്റനകൾ ഉപയോഗിക്കുന്നു. മെയിൻ ആൻറ്റന, നിങ്ങൾ സിഗ്നൽ സ്വീകരിക്കുന്ന പ്രധാന ആൻറ്റന, ഇതിൽ സിഗ്നലും നോയ്സും ഒരേപോലെ ഉണ്ടാവും. പിന്നെ ഒരു സെൻസ് ആൻറ്റന ഉപയോഗിക്കും. നോയ്സ് മാത്രം പിടിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ചെറിയൊരു വയർ ആൻറ്റനയാണത്. ഒരു സിഗ്നലിനോട് അതിൻ്റെ കൃത്യം വിപരീത സിഗ്നൽ, അതായത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിൽ കൂട്ടിച്ചേർത്താൽ 2 സിഗ്നലും കൂടെ ഇല്ലാണ്ടാവും. സെൻസ് ആൻറ്റന വഴി നോയ്സ് മാത്രം സ്വീകരിക്കുന്നു. എലിമിനേറ്ററിലെ നോബുകൾ ഉപയോഗിച്ച് ഈ നോയ്സിൻ്റെ ഫേസ് 180 ഡിഗ്രി മാറ്റുന്നു, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആക്കണമെന്ന് അർത്ഥം. ഈ മാറിയ നോയ്സ് സിഗ്നൽ മെയിൻ ആൻറ്റനയിൽ നിന്ന് സിഗ്നലുമായി കലർത്തുന്നു. ഫലമായി മെയിൻ ആൻറ്റനയിലെ നോയ്സ് ക്യാൻസൽ ചെയ്യപ്പെടുകയും യഥാർത്ഥ സിഗ്നൽ മാത്രം വ്യക്തമായി ലഭിക്കുകയും ചെയ്യുന്നു. QRM എലിമിനേറ്ററിൽ സാധാരണയായി 3 കൺട്രോൾ ഉണ്ടാവും. ഒന്ന് ഗെയിൻ 1 മെയിൻ ആൻറ്റനയിലെ സിഗ്നൽ നിയന്ത്രിക്കുന്നു. പിന്നെ ഗെയിൻ 2 സെൻസ് ആൻറ്റനയിലെ നോയ്സിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു. നോയ്സിൻ്റെ ഫേസ് മാറ്റാൻ ഉപയോഗിക്കുന്നു. ആദ്യമായി സിഗ്നലുകൾ ഇല്ലാത്തൊരു ഫ്രീക്വൻസി റേഡിയോയിൽ സെലക്ട് ചെയ്യുക. പിന്നെ QRM എലിമിനേറ്റർ ഓൺ ചെയ്യുക. ഗെയിൻ കൺട്രോൾ ഉപയോഗിച്ച് സെൻസ് ആൻറ്റനയിലെ നോയ്സ് മെയിൻ ആൻറ്റനയിലെ നോയ്സിന് തുല്യമാക്കാൻ ശ്രമിക്കുക. ഫേസ് നോബ് പതുക്കെ തിരിക്കുക. ഒരു പ്രത്യേക പോയിന്റിലെത്തുമ്പോൾ റേഡിയോയിലെ നോയ്സ് ഗണ്യമായി കുറയുന്നത് കാണാം. ഗെയിൻ, ഫേസ് എന്നിവ മാറി മാറി അഡ്ജസ്റ്റ് ചെയ്ത് നോയ്സ് ഏറ്റവും കുറഞ്ഞ നിലയിലേക്ക് എത്തിക്കുക. പക്ഷേ ഇത് ഫ്രീക്വൻസിയും ബാൻഡും ഡിപ്പെൻഡൻ്റ് ആണ് കേട്ടോ. ഒരു ഫ്രീക്വൻസിയിൽ ചെയ്താൽ ശരിക്കും ആ ഫ്രീക്വൻസിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അടുത്തുള്ള ഫ്രീക്വൻസിയിൽ വലിയ കുഴപ്പമുണ്ടാവില്ല, ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. വേറെ ബാൻഡിലേക്കാണെങ്കിൽ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ ട്യൂണർ ഉപയോഗിക്കുന്ന പോലെ തന്നെ. ലോക്കലായിട്ടുണ്ടാവുന്ന ഇലക്ട്രിക്കൽ നോയ്സ്, അതായത് LED ബൾബ്, ചാർജറുകൾ, പവർ ലൈൻ, ഇതൊക്കെ നീക്കം ചെയ്യാനാണ് ഇത് പ്രധാനമായിട്ട് ഉപയോഗമുള്ളത്. റേഡിയോയുടെ ഉള്ളിലുള്ള നോയ്സ് റിഡക്ഷൻ സംവിധാനത്തെക്കാൾ, അതായത് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് ഉണ്ടല്ലോ, അതിനേക്കാളും പലപ്പോഴും ഇത് മികച്ച ഫലം നൽകുന്നു. ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്താ വെച്ചാൽ, ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഇത് സർക്യൂട്ടിൽ നിന്ന് മാറ്റണം. PTT സെൻസിങ് അല്ലെങ്കിൽ RF സെൻസിങ് വഴി, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. സെൻസ് ആൻറ്റനയ്ക്ക് നോയ്സ് കിട്ടുന്നില്ലെങ്കിൽ മെയിൻ ആൻറ്റനയിലെ നോയ്സ് ക്യാൻസൽ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിന് ചിലപ്പോൾ സെൻസ് ആൻറ്റനയുടെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് മാറ്റി മാക്സിമം നോയ്സ്, ലോക്കൽ നോയ്സ് പിക്കപ്പ് ചെയ്യുന്ന തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ലോക്കൽ നോയ്സിന് മാത്രമേ പറ്റുള്ളൂ. മറ്റേതിപ്പോൾ ദൂരം വഴി വരുന്ന DX നോയ്സുകളൊക്കെ ഉണ്ട്. പല QRM നോയ്സുകൾ, ഓവർ ദ ഹൊറൈസൺ റഡാർ എന്നൊക്കെ പറയുന്ന കുറേ പരിപാടികളുണ്ടല്ലോ, വുഡ് പെക്കർ എന്നൊക്കെ പറയുന്നത്. അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇതുകൊണ്ട് ഉപയോഗം ഉണ്ടാവില്ല. കാരണം അത് മെയിൻ ആൻറ്റനയിൽ കൂടെയാണ് വരുന്നത്. അത് സെൻസ് ആൻറ്റന, ലോക്കൽ ആൻറ്റന വെച്ചിട്ട് അതിൽ കാര്യമായിട്ട് വരില്ല, അത് മാറ്റാൻ പറ്റില്ല. അതേ കാരണം കൊണ്ട് തന്നെ DX സിഗ്നൽ ഇത് ഉപയോഗിച്ചാൽ മാറില്ല എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം നമുക്കൊരു ചിന്ത ഉണ്ടാവും, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ DX സിഗ്നലും പോവോ, നമുക്ക് വേണ്ട റയർ DX ഒക്കെ കിട്ടാതാവുമെന്ന്. അതിന് സാധ്യതയില്ല എന്നാണ് പറയണത്. കാരണം അത് സെൻസ് ആൻറ്റനയിൽ പിക്കപ്പ് ചെയ്യാൻ സാധ്യതയില്ല. മൾട്ടി പാത്തായിട്ടാണ് പലപ്പോഴും വരിക, അയനോസ്ഫിയർ കൂടെ റിഫ്ലക്റ്റ് ചെയ്തിട്ട്. അതുകൊണ്ട് അതിനെ ഇത് ബാധിക്കാൻ സാധ്യതയില്ല എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്.